ആമസോണൊക്കെ ഒരു മിനിറ്റിന് ബ്രേക്ക് ഡൗൺ ആവുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സെയിലാണ് അവിടെ. ഇത്രയും ഹ്യൂജ് അവർക്ക് നഷ്ടാവുക. ലോസാ വരുന്നത്. ക്വാളിറ്റി ഡെവലപ്സ് എഞ്ചിനീയർ ആകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഗ്രാമിംഗ് സൈഡൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. മെയിൻലി നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിലും ഫുള്ള് തിയറി കാര്യങ്ങൾ പഠിച്ചു പറ്റിയാൽ അതൊരു ഒരു കാര്യമില്ല. ഇപ്പൊ പലരും IT-ലോട്ട് വരാത്തത് തന്നെ ഈ പ്രോഗ്രാമിംഗ് ഒക്കെ പേടിച്ചിട്ടാണ്. അതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ ആലോചിച്ചിട്ടാണ്. ഞാൻ പഠിച്ചിരുന്ന ടൈമിലാണെങ്കിലും മേൺ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുമ്പോൾ എല്ലാവരും പിന്നെ അത് എടുത്ത് തുടങ്ങിയപ്പോ അതിൽ കുറച്ചും കൂടി ഹയറിൽ നിൽക്കുന്ന ആരാണോ? നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏതൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്രൊഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റ്, എന്തെങ്കിലുമൊക്കെ അവർക്ക് ഓൺലൈനിൽ ഇന്റർനെറ്റിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഡെവലപ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഭയങ്കര ഹ്യൂജ് ആയതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സൈഡും അപ്പുറത്ത്. പക്ഷെ അത് ശരിക്കും ആരും മനസ്സിലാക്കില്ല എന്നുള്ളൂ. ഡെവോപ്സ് ഒരുപാട് ബുദ്ധിമുട്ടാണ്, ആർക്കും ജോലി കിട്ടൂല, അല്ലാണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. നമ്മളെ എക്സാമിന്റെ ടൈമില് റിസൾട്ട് വരുന്ന ടൈമില് അല്ലെ, ഒരു നല്ലപോലെ ഓടിയുന്ന ഒരു സൈറ്റ് റിസൾട്ട് അനൗൺസ് ചെയ്തെന്ന് കണ്ടാല് അപ്പോൾ എല്ലാവരും ഈ ഇൻസ്റ്റഗ്രാമിൽ ഓരോ അപ്ഡേറ്റ്സ് ഇടുമ്പോൾ ചോദിച്ച കാര്യമാണ് എന്താണ് ശരിക്കും ഈ ബാഷ് ഓപ്സ്, എന്താണ് ഈ ഡെവോപ്സ്. അപ്പോൾ വാശി, എന്താണ് ശരിക്കും ബാഷ് ഓപ്സ് അല്ലെങ്കിൽ ഡെവോപ്സ്? ബാഷ് ഓപ്സ് എന്ന് പറയുന്നത് അതെന്ത് പറയാം, ബാഷ് ഓപ്സ് എന്നുള്ള ഈ ഒരു പേര് കൺസ്ട്രക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. ഡെവോപ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓപ്പറേഷൻ സൈഡിൽ കൂടുതൽ ഓട്ടോമേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ പേരാണ് ബാഷ് എന്നുള്ളത്. അപ്പോൾ ആ ബാഷും ഓപ്പറേഷൻ്റെ ഓപ്സും കൂടെ ജസ്റ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ബാഷ് ഓപ്സ് എന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ബാഷ് ഓപ്സിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെവോപ്സ് ട്രെയിനിങ് ആണ്. ശരിക്കും ഈ ഡെവോപ്സ് എന്താണ് ശരിക്കും? അപ്പോൾ ഡെവോപ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. അത് ശരിക്കും ഒരു കൾച്ചറാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വളരെ ലേറ്റായിട്ട്, അതായത് IT-ലൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ ടേമുകൾ പറഞ്ഞാലൊന്നും ഒരു ഐഡിയയും കിട്ടൂല. ഇതിപ്പോ ഞാന് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടിയൊരു സാധനമാണ് ഇതിങ്ങനെ. എന്താണ് 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 പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് IT-നെ തന്നെ ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സും ഒരു ഓപ്പറേഷൻ ടീമും. ഇപ്പോൾ നീ ഒരു ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്ത്, അല്ലാണ്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത്, ഈ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, പബ്ലിക്കലി എല്ലാവർക്കും ആക്സസിബിൾ ആക്കണം, അല്ല ഒരു സെർവറിൽ ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ് മീൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടാസ്കുകൾ, ഡെയിലി ടാസ്കുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് എന്ത്, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം. അതിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് മുന്നേ യൂസ് ചെയ്തിരുന്ന രീതിയിൽ എല്ലാ ഓപ്പറേഷൻസും ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഒരു ആസ് എ വെബ് ഡെവലപ്പർ ഞാനൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത്, ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ കറന്റ് ഇരിക്കുന്നത് എൻ്റെ ലാപ്പിൽ ഞാൻ കോഡ് ചെയ്ത് ഉണ്ടാക്കി എൻ്റെ ലാപ്പിലാണ് ഇരിക്കുന്നത്. ഇത് പുറത്തെത്തിക്കണം, ഇത് പുറം ലോകത്ത് എത്തിക്കണം. അപ്പോൾ അത് നമ്മൾ ഒരു സെർവറിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യണം. ആ പരിപാടി, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ ആപ്പിൽ ഇന്ന് കയറുന്നത് ചിലപ്പോൾ ഒരു 10 പേരാവും, അല്ലെങ്കിൽ ഒരു വെബിൽ കയറുന്നത് ഒരു 10 പേരാവും. ചിലപ്പോൾ അത് ഭാവിയിൽ എന്ത് ചെയ്യും, ഒരു 1000 പേർക്കോ 1,00,000 പേരോ ഒരുമിച്ച് കയറുന്ന ഒരു സിറ്റുവേഷനിൽ വരെ എത്തും. അപ്പോൾ ഇവിടെ വരുന്ന ഓപ്പറേഷൻസ് ആണ് ശരിക്കും ഡെവോപ്സ് അല്ലെ? എങ്ങനെയാണ് അതിനൊന്നും അത് നമ്മൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നീ പറഞ്ഞ പോലെ നിന്റെ ഒരു വെബ്സൈറ്റ് അല്ലാണ്ട് ഒരു ആപ്പ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇത് നമ്മൾ പബ്ലിക്കിൽ അല്ലാണ്ട് മാർക്കറ്റിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്, ഡിപ്ലോയ് ചെയ്യുന്നത്. ഈ ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മൾ നോർമലി ഡിപ്ലോയ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡല്ല. നമ്മളെന്താ പറയുക, ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യാം. അതുപോലെ നേരത്തെ നീ പറഞ്ഞ പോലെ ഇന്ന് ചിലപ്പം 10 പേരേക്കാരും കയറുന്നത് നിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ. മേ ബി നിൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അത് 100 ആകാം, 1000 ആകാം. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് സംഭവിക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ ഒരു സെർവർ മീൻസ് നമ്മളുടെ സോഫ്റ്റ്വെയർ ഇരിക്കുന്ന ആ ഒരു സെർവറിൻ്റെ സ്കെയിലബിലിറ്റി, റിലയബിലിറ്റി, അവൈലബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയും ഡെവോപ്സിൽ. അപ്പോൾ ഇതെല്ലാം ഒരു ഡെവോപ്സ് എഞ്ചിനീയർ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതായത് ഇന്ന് എനിക്ക് 100 കസ്റ്റമർ ഉള്ളെങ്കിൽ നാളെ 1000 കസ്റ്റമർ വരുമ്പോൾ ആ 1000 കസ്റ്റമറിന് കയറാൻ പറ്റണം. നിന്റെ അപ്ലിക്കേഷൻ ആക്സസിബിൾ ആവുന്ന രീതിയിൽ സ്കെയിൽ ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ചെയ്യണം.
ഇതൊന്നും ശരിക്കും ട്രഡീഷണൽ ഒരു ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതാ പറയുന്നത്, ഒരു ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവോപ്സ് വർക്ക് ഫ്ലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഭയങ്കര ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എക്സാമിന്റെ ടൈമിൽ റിസൾട്ട് വരുന്ന ടൈമിൽ അല്ലെ, ഒരു നല്ലപോലെ ഓടിയുന്ന ഒരു സൈറ്റ് റിസൾട്ട് അനൗൺസ് ചെയ്ത് കണ്ടാൽ പിന്നെ തുറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സൈറ്റും കൂടി പറഞ്ഞോ, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സൈറ്റ് ഒക്കെ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മളൊക്കെ എക്സാം ചെയ്തിട്ട് കുറെ കാലമായി. ഇപ്പൊ എന്താ പറയാ, നമ്മൾ 10th +1 ഒക്കെ പഠിച്ചിരുന്ന ടൈമില് ക്ലാസ്സിലുള്ള ഒരു 40-60 സ്റ്റുഡൻസ് ഒരുമിച്ച് നമ്മൾ എക്സാമിന്റെ റിസൾട്ട് നോക്കാൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പേർക്ക് 5 പേർക്കൊക്കെ കിട്ടുന്നത്. നമ്മളെല്ലാവരും പിന്നെ അവരുടെയിലായിരിക്കും റിസൾട്ട് നോക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ എന്തായിരിക്കും, എന്തെങ്കിലും ഇഷ്യോ സെർവർ ബിസിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെന്താണ്, അതൊക്കെ വളരെ ട്രഡീഷണൽ മെത്തേഡിൽ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ഈ സ്കെയിലബിലിറ്റി ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ഉറപ്പുവരുത്താൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഡെവോപ്സ് വർക്ക് ഫ്ലോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ എടുക്കാം, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള. ഇപ്പോൾ എന്താ പറയുക, ഒരു ബിഗ് മില്യൺ സെയിലൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ഫ്രൈഡേക്ക് മില്യൺ കണക്കിന് അല്ലാണ്ട് ബില്യൺ കണക്കിന് യൂസേഴ്സ് ആയിരിക്കും വരുന്നത്. പക്ഷെ യാതൊരു ഇഷ്യൂ ഇല്ല, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസിബിൾ ആയിരിക്കും, എന്തും ചെയ്യാം. അപ്പോൾ അവരൊക്കെ സൈറ്റ് എന്ന് പറയുമ്പോൾ ആമസോണൊക്കെ ഒരു മിനിറ്റിന് ബ്രേക്ക് ഡൗൺ ആവുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സെയിലാണ് അവിടെ, അത്രയും ഹ്യൂജ് അവർക്ക് ലോസാ വരുന്നത്. അപ്പോൾ ഈ ഒരു IT ഫീൽഡ്, ഇപ്പോൾ മെയിൻലി IT ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൈൻഡിലേക്ക് വരിക കോഡിങ് കാര്യങ്ങൾ, ഹുഡിയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു വൈസാണ് വരിക, ഹാക്കർ അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെയാണ് മൈൻഡിലേക്ക് ആദ്യം വരിക. അപ്പോൾ ശരിക്ക് ഈ ഒരു ഡെവോപ്സിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വേറിട്ട് നിൽക്കുന്ന ഈ ഒരു കോഡിംഗ് ആണോ ശരിക്കും പരിപാടി, എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്? വാസ്റ്റാണ്, ഒരുപാടുണ്ട്. ശരിക്കും നമ്മൾ ആരും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാത്തതുകൊണ്ടും അതിലോട്ട് അറിയാത്തതുകൊണ്ടും ഒരു പ്രോപ്പർ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞാൻ ഒരുത്തനോട് ചോദിച്ചു IT-ലോട്ട് എന്താണ് ബാഷ് ഷോപ്സ് ഒക്കെ ചോദിച്ചപ്പോൾ IT-ലോട്ടുള്ള കാര്യമാണ് താല്പര്യം, ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ അല്ല എന്നാണ്. എല്ലാവരുടെ മൈൻഡിലും എന്താണ്, ഒന്നുകിൽ പ്രോഗ്രാമിങ് കോഡിങ് അല്ലാണ്ട് ഹാക്കിങ് ഫിലിമിൽ കാണുന്ന പോലെ. പക്ഷെ അതല്ലാതെ തന്നെ വേറെയും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ, ഓപ്പറേഷൻ സൈഡ് ഉണ്ട്, അതുപോലെ ഡാറ്റാബേസ് അഡ്മിൻ സൈഡുകളുണ്ട്, അല്ലാണ്ട് ആർക്കിടെക്ചറിങ്, അങ്ങനെ ഒരുപാട് വേറെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് എവിടെയാണോ അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ പലരും IT-ലോട്ട് വരാത്തത് തന്നെ ഈ പ്രോഗ്രാമിംഗ് ഒക്കെ അതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്കും ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബിടെക് ഒക്കെ പഠിച്ചിരുന്ന ടൈമിൽ എന്താ പറയാ, C++, അതേപോലെ ജാവ ഒക്കെ നമുക്ക് അന്ന് പഠിപ്പിക്കുന്ന മെത്തേഡും ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലോജിക് ഒന്നും കിട്ടാത്തതുകൊണ്ട് അതെല്ലാവരുടെ ഉള്ളിൽ ഒരു പേടിയായിരുന്നു. അപ്പൊ അത് വിചാരിച്ചിട്ട് ഒരുപാട് പേര് IT-ലോട്ട് വരൂല. പക്ഷെ ആരും അറിയാതെ പോകുന്നത് ഈ ഓപ്പറേഷൻ സൈഡാ. ഇങ്ങനൊരു സൈഡ് ഉണ്ട്, ഇതിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള ടെക്നോളജികളൊക്കെ വളരുന്ന പോലെ തന്നെയാണ് ഇതും ഗ്രോ ചെയ്യണത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ 10th ക്ലാസ് റിസൾട്ട് നോക്കിയ എന്താണ് വെബ് ആപ്ലിക്കേഷനും ഇപ്പോൾ ഉള്ളതും തമ്മിലുള്ള ഡിഫറൻസ് അത് ഇതുപോലത്തെ ടെക്നോളജീസ് വന്നിട്ടാണ് ഇങ്ങനെ ഡിഫറൻസ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് മെഷീൻ ലേണിംഗിൽ ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ AI നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഡെവോപ്സിൽ തന്നെ DevSecOps എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വേറെ ഫിൻഓപ്സ് ഉണ്ട്, ഡാറ്റ ഓപ്സ് ഉണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തന്നെ ഒരുപാടുണ്ട്. എക്സോപ്സ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ അണ്ടറിൽ ഒരുപാട് ഓപ്പറേഷൻ ഫീൽഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ ശരിക്ക് ആ ഒരു ടൈം ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് നോക്കി പഠിച്ചിരുന്ന ആ ഒരു സ്കൂൾ ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ശരിക്ക് IT എന്ന് പറയുമ്പോഴും ഇത് എന്തോ കാണാതെ പഠിക്കുന്ന ഒരു സാധനമാണ്. അവിടുന്ന് ഞാനൊക്കെ പഠിച്ച ആ ഒരു ടൈമിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി അതിനു വേണ്ടി എഫേർട്ട് എടുക്കണം. ആ ഒരു എന്തായാലും കാര്യം എന്തായാലും വേണ്ടി വരും. ഇപ്പോൾ ഒരു എന്തൊരു റിസൾട്ട്, ഇപ്പോൾ ഒരു ഹൈ പേയിങ് ജോബാണ് ഡെവോപ്സ്, അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റ് ഒക്കെ ആ ഒരു കാറ്റഗറി പെട്ടാണ്. IT ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്താണ്, നല്ല സാലറി, ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്ക്, ആ ഒരു സാധനമാണ്. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. നല്ല ഉറക്കൊഴിച്ചിരുന്ന് ലാപ്പ് നോക്കി കോഡ് ചെയ്ത കാലങ്ങൾ പോലെ റിസർച്ച് ചെയ്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. നമുക്ക് ശരിക്കില്ലാതെ ഒരുപാട് മുന്നൊക്കെ നമുക്ക് ശരിക്കില്ലാതെ പോയിരുന്ന കാര്യമാണ് റിസർച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ആ ഒരു സ്കില്ലില്ലായിരുന്നു. നമ്മളത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോവുക, ആ ഒരു പരിപാടി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ChatGPT പോലത്തെ ഒരുപാട് ടൂളുകൾ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ഉള്ളപ്പോൾ
റിസർച്ച് ചെയ്യാനും ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അതെ. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യാനും കൂടെ നമുക്ക് ഒരുപാട് പേര് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ IT-ലോട്ട് വരുമ്പോൾ എന്താണ്, നല്ലൊരു ലൈഫ് സ്റ്റൈല്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈ പേയിങ് സാലറി, ഒരു പാക്കേജ്, ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും മൈൻഡിൽ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ എന്ത് ചെയ്യും, പലരും സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ ചെറിയ സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ പാക്കേജിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ശരിക്ക് എന്ത് ചെയ്യണം, സ്കില്ലൊക്കെ ഇതുപോലെ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു കരിയറൊക്കെ അവർ സ്വിച്ച് ചെയ്യണം. ശരിക്കും ആ ഒരു പാത്തിലൂടെ അല്ലേ ശരിക്കും ആശി വന്നിട്ടുള്ളത്. അതായത് മുമ്പ് ലിനക്സ് അഡ്മിൻ ആയിരുന്നു, പിന്നെ സെർവർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ഒക്കെ കിട്ടുന്ന ഒരു സാലറിയും പിന്നെ ഡെവോപ്സിക്കും ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് അവിടെ. അതെ അതെ, അത് ശരിക്ക് അതൊരു ഒരു ജേർണി തന്നെയായിരുന്നു. അതായത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലിനക്സ് അഡ്മിൻ എന്നുള്ള രീതിയിൽ, പിന്നെ അവിടുന്ന് സെർവർ എഞ്ചിനീയർ, രണ്ടും ഏകദേശം റോളുകളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ അന്നൊന്നും നമുക്ക് എന്താ അറിയില്ല, ഡെവോപ്സ് ഉണ്ട്. പക്ഷെ അന്ന് ഡെവോപ്സിനേക്കാളും കൂടുതൽ ക്ലൗഡ് എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, ഡെവോപ്സ് പുറത്തൊക്കെ ഉണ്ട്, കേരളത്തിന്റെ പുറത്തുണ്ട് അന്നും. പക്ഷെ ഇവിടെ കേരളത്തിൽ അത്ര ഹൈപ്പ് ഇല്ലായിരുന്നു, കൂടുതൽ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ശരിക്ക് എൻ്റെ മൈൻഡിലൊക്കെ ഈ ലിനക്സിന്ന് ക്ലൗഡ് എഞ്ചിനീയർ ആകണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ള സ്കില്ലുകൾ പഠിച്ചിരുന്നു. പക്ഷെ അന്നും ഡെവോപ്സ് ഒന്നും നമുക്ക് ആരും പ്രോപ്പറായിട്ട് പറഞ്ഞു തരാനില്ലായിരുന്നു, കിട്ടാനില്ലായിരുന്നു. പിന്നെ അത് നമ്മൾ അറിഞ്ഞ് സ്വയം അങ്ങനെ ഇങ്ങനെയൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഡെവോപ്സ് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ശരിക്കും അതൊക്കെ പഠിക്കാൻ തുടങ്ങിയ ടൈമിൽ തന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ആരും പറഞ്ഞു തരാനില്ല. നമ്മൾ അവിടുന്ന് കുറെ പഠിക്കും, ഇവിടുന്ന് കുറെ പഠിക്കും, സ്ട്രക്ചർ ഇല്ലാതെ പഠിക്കും. അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. സ്ട്രക്ചർ ഇല്ലാതെ പഠിക്കുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ഇഷ്ടംപോലെ ചിലപ്പോൾ 4 മാസം കൊണ്ട് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കേണ്ടത് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു ഇഷ്യൂ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ഡെവോപ്സ് എക്സ്ക്ലൂസീവ് ആയി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ബാഷോപ്സ് വരണേ അല്ലേ? അതെ അതെ, കാരണം ഞാൻ ആ ഒരു പഠിച്ചു വന്ന ടൈമില് ഒരുപാട് ചലഞ്ചസ് സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്ത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ഫിക്സ് ചെയ്യണം. ശരിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഓപ്പറേഷൻ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാം, വെബ് ഡെവലപ്മെന്റ് ആയാലും ഡെവലപ്മെന്റ് സൈഡൊക്കെ ഭയങ്കര രീതിയിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, നല്ല ഹൈപ്പ് കൊടുത്തിട്ട് അതിലോട്ട് ഒരുപാട് ബൾക്കായിട്ട് സ്റ്റുഡൻസിന്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ ആരും അറിയണില്ല. ഇനിയിപ്പോൾ ഓപ്പറേഷൻ സൈഡിലോട്ട് വരാൻ താല്പര്യമുള്ളവർ പോലും ഡെവലപ്പിങ്ങിലോട്ട് പോകുന്നുണ്ട്. ഞാനും സത്യം പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് അങ്ങനെ ഓപ്പറേഷൻ സൈഡിലേക്ക് വരാനെന്നല്ല, ഒരു പേടി, എന്താ പറയാ, ഡെവലപ്മെന്റ് എല്ലാവരും എടുക്കുന്നുണ്ട്, റിസൾട്ട് ഉണ്ട്. പക്ഷെ ഓപ്പറേഷൻ സൈഡ് ആദ്യമായിട്ടല്ല കേൾക്കണേ ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഡെവലപ്മെന്റ് എടുത്ത് എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകുന്നവരുണ്ട്. അതാണ് കൂടുതൽ, അത് നമ്മളുടെ മലയാളീസിന്റെ ഒരു പ്രത്യേകത. കൂടുതൽ എന്താണ് എടുക്കണേ അതിൽ കൂടെ അങ്ങ് പോകും. അപ്പോൾ ഓപ്പറേഷൻ നമുക്ക് ഇതേ രീതിയിൽ എന്താണോ കുറച്ചും കൂടി ഇതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് കൂടുതൽ എന്താണ് ഒരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കണം എന്നൊരു താല്പര്യമുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ജേർണിയിൽ ഫേസ് ചെയ്തിരുന്ന അത്തരം ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യണം. ആ ഒരു പെയിൻ പോയിന്റ്സ് ഒന്നും ഇനി വരുന്നവർക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്, അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ പുറത്താണ് നമ്മൾ ബാഷോപ്സ് ഡെവോപ്സിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോ ശരിക്കും ഡെവോപ്സിന്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് മുമ്പ് വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്പർ സൈഡിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം മുമ്പ് ഈ ഒരു ഡെവലപ്മെന്റ് ആണെങ്കിൽ പോലും ഇത് പഠിച്ച കാര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സാധനത്തിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡെവോപ്സ് ഉള്ളത്. കാരണം വെബ് ഡെവലപ്മെന്റ് ഈ ഒരു സിറ്റുവേഷനുള്ള ടൈമിൽ അതിലേക്ക് ആൾക്കാർ വന്ന് അത് പഠിച്ച് നല്ല സാലറിയിൽ പ്ലേസ്ഡ് ആയി അങ്ങനെയൊക്കെ നമ്മൾ കണ്ടപ്പോൾ പിന്നെ ഇപ്പോൾ അത് എല്ലാവരും എടുക്കൽ തുടങ്ങി, ഒരു പേടിയില്ലാതെ തന്നെ എടുത്തു തുടങ്ങി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മേൺ സ്റ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പല സ്റ്റാക്സ് ഉണ്ടല്ലോ, ഇതിൽ വെബ് ഡെവലപ്മെന്റ് എന്താണോ അന്ന് ഫേസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ, അതിലൂടെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെവോപ്സ് കടന്നു പോകണത് അല്ലേ? അത് നേരത്തെ എന്താണ് എത്രത്തോളം ഫ്യൂച്ചർ ഉണ്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ചോദിച്ച പോലെ തന്നെ ഓപ്പറേഷൻ എന്നും അവിടെ തന്നെ ഉണ്ടായിരിക്കും. അത് ഒരിക്കലും എന്താ പറയാ റീപ്ലേസ് ചെയ്ത് പിന്നെ ഡെവലപ്പ് ചെയ്തൊരു കാര്യമല്ലോ. അതായത് ഇത് മുന്നേ ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് മുന്നേ എന്തായിരുന്നു, ഡെവലപ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റി വളരെ ചെറുതായിരുന്നു. ഇപ്പൊ അതെന്തായിട്ടുണ്ട്,
വലിയൊരു ഹ്യൂജ് കമ്മ്യൂണിറ്റി തന്നെ ഡെവലപ്പേഴ്സിൻ്റെ ഉണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാക്കുകൾ പുതിയതായിട്ട് വന്നു. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏതൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്രൊഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റ്, എന്തെങ്കിലുമൊക്കെ അവർക്ക് ഓൺലൈനിൽ ഇന്റർനെറ്റിൽ ഉണ്ടായിരിക്കും. ഒരു ചെറിയ കടയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സാണ്. അപ്പോൾ ഈ ഡെവലപ്പേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഭയങ്കര ഹ്യൂജ് ആയതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സൈഡും അപ്പുറത്ത്. പക്ഷെ അത് ശരിക്കും ആരും മനസ്സിലാക്കില്ല എന്നുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് ഡെവലപ്പേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലാണ്ട് അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ട് മാത്രം കാര്യമില്ല. അതെന്ത് ചെയ്യണം, അത് പബ്ലിക്കിലോട്ട് അല്ലാണ്ട് മാർക്കറ്റിലോട്ട് ഡിപ്ലോയ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടാസ്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഒരു ഓപ്പറേഷൻ ടീം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ എന്നും അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ മേ ബി അതിൻ്റെ ഒരു കൾച്ചർ അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ എന്ത് വരും, പുതിയ പുതിയ സംഭവങ്ങൾ വരുന്നുള്ളൂ. ഇപ്പോൾ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിനക്സ് അഡ്മിൻ ആയിരുന്നു, പിന്നെ അത് ക്ലൗഡിലോട്ട് വന്നു, പിന്നെ പുതിയൊരു കൾച്ചർ വന്നപ്പോൾ അത് ഡെവോപ്സ് ആയി, ഇപ്പൊ ഡെവ് സെക്കോപ്സ് ആകും, അങ്ങനെ ഇങ്ങനെ മാറത്തുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ അവിടെ എന്നും ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനനുസരിച്ച് സഞ്ചരിക്കണം എന്നുള്ളത്. അതിപ്പോ ഏതൊരു ഇല്ല, അപ്പൊ ഏതൊരു ഫീൽഡ് ആണെങ്കിലും ജോലി പോയിക്കൊണ്ട് ഇപ്പൊ AI വരുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൂ. ഇപ്പോ ഞാൻ പണ്ട് പഠിച്ചത് ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും അത് തന്നെ പഠിക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും. എന്നാണോ ഈ ഒരു പൊസിഷനിലോട്ട് ആരും വേണ്ടാത്തത് അന്ന് എന്റെ ജോലി പോകും. അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ പിന്നാലെ നമ്മളും പോകണം എന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഈ ഒരു ഡെവോപ്സ് എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റിൽ നിൽക്കുമ്പോൾ അവർ എന്തൊക്കെ ജോബ് ആവും ചെയ്യുന്നുണ്ടാവും, എന്തൊക്കെ എന്താ പറയാ, അവരൊരു JD എന്തായിരിക്കും ശരിക്കും? JD അപ്പുറം എന്താ പറയുക, നമ്മളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടൊരു ഡെവോപ്സ് എഞ്ചിനീയറിന് വരുന്നത് ഡെയിലി ഒരുപാട് ടാസ്കുകൾ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി എന്തെങ്കിലും ഓപ്പറേഷൻസ് ടാസ്കുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതല്ലാതെ നമ്മൾക്ക് വേറെ വരുന്നത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലാണ്ട് ഒരു അപ്ലിക്കേഷൻ, അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഡിപ്ലോയ് ചെയ്യണം ഒരു സെർവറിൽ. അപ്പോൾ മേ ബി ഈ സെർവർ ഓൺ പ്രിമൈസ് ആവാം, അതായത് ഫിസിക്കൽ സെർവർ ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മോസ്റ്റ്ലി ക്ലൗഡാണ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ക്ലൗഡിൽ ഇതിന് വേണ്ട ഒരു എൻ്റർ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രക്ചർ ചെയ്യേണ്ടി വരും. ഓക്കെ, സെറ്റപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്റർ ചെയ്യേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു അപ്ലിക്കേഷൻ ഇതിൽ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡിപ്ലോയ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് അതുപോലെ നമുക്ക് വരുന്നത് മെയിനായിട്ട് വരുന്നത് ഒരു ഡെവലപ്മെന്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഒരു ഡിപ്ലോയ്മെന്റ് സൈക്കിൾ നമുക്ക് റിലീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഡെവോപ്സ് എഞ്ചിനീയറുടെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യേണ്ടി വരും, പൈപ്പ് ലൈൻസ് സെറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ഡെവോപ്സ് എഞ്ചിനീയറിന് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു ഡെവോപ്സ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ കോഡിങ് ആ ഒരു സാധനം കോഡിങ് ചെയ്യണോ ചെയ്യണ്ടേ ആ ഒരു ഇതുണ്ടല്ലോ, ശരിക്കും ഒരു ഡെവോപ്സ് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണോ? അറിഞ്ഞിരിക്കണ്ട എന്നാണ് നമ്മളുടെ നാട്ടിലെല്ലാവരും പറയാറ്. പൊതുവേ എന്താ, നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പിള്ളേർ പഠിക്കുന്ന രീതി ആയാലും അതുപോലെ നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന രീതിയും എന്താ പറയാ വളരെ റോങ് സംഭവമാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് എന്താ പറയണത്, വേറെ നമ്മൾ നോക്കേണ്ടത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഒരുപാട് മിത്തുകളുണ്ട്. അതായത് ഡെവോപ്സ് ഒരുപാട് ബുദ്ധിമുട്ടാണ്, ആർക്കും ജോലി കിട്ടൂല, അല്ലാണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും അത് എന്താണ്, വിഡ്ഢിത്താണ്. കാരണം ഇതിൽ പഠിക്കേണ്ട രീതിയിൽ അല്ലാണ്ട് ആ ഒരു സ്ട്രക്ചറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നാമത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം അല്ലാണ്ട് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് പിള്ളേർ കാൻഡിഡേറ്റ്സ് പഠിക്കുന്ന ഒരു രീതി അപ്രോച്ച് ചെയ്യുന്നത് എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ലാസ്റ്റ് ഒരു പ്ലേസ്മെന്റ് ടൈമിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. കാരണം അവർ ആ സ്ട്രക്ചർ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ് പ്രോഗ്രാമിങ് വേണ്ട,
ശരിക്കും ഒരു ഡെവോപ്സ് എഞ്ചിനീയറിന് പ്രോഗ്രാമിംഗ് അറിഞ്ഞില്ലെങ്കിലും ഡെവോപ്സ് എഞ്ചിനീയർ ആകാം. പക്ഷെ നമ്മൾ എപ്പോഴും അതിന്റെ എന്താ പറയാ ഒരു പെർഫെക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ഡെവോപ്സ് എഞ്ചിനീയർ ആകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയാ പ്രോഗ്രാമിംഗ് സൈഡൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്പറുടെ ലെവലൊന്നും വേണ്ട, ഒരിക്കലും വേണ്ട. ബേസിക് ആയിട്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ കാര്യങ്ങളൊക്കെ അറിയണം. ഇപ്പോ നിങ്ങൾ ഡെവലപ്മെന്റ് ഒക്കെ നോക്കിയ ടൈമിൽ തന്നെ ഏതെങ്കിലും ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാതും ലാംഗ്വേജ് എളുപ്പമായിരിക്കും. സെയിം നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് പഠിക്കണ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഡ്രൈവിംഗ് പഠിക്കുമ്പോ ഏതെങ്കിലും ഒരു കാറിലാവും നമ്മൾ പഠിക്കുക, പിന്നെ വേറെ പല കാറും നമ്മൾ ഓടിക്കുമല്ലോ. അതുപോലെ തന്നെ അതുപോലെ നമ്മളൊരു ബേസിക് അറിഞ്ഞിരിക്കുക. അത് എന്താണ് ഇമ്പോർട്ടന്റ് മീൻസ് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ ലെവൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു അപ്ലിക്കേഷന്റെ കോഡ് ബേസ് ഉണ്ടായിരിക്കും. ഇതൊരു ഡെവോപ്സ് എഞ്ചിനീയർ ആയിരിക്കണം മേ ബി ബിൽഡ് എടുക്കുന്നത്, ഇത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ടൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനാവശ്യമുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഇതിനൊരു നേറ്റീവ് ഫങ്ഷനാലിറ്റി ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മൾക്ക് സഫീഷ്യന്റ് ആവണമെന്നില്ല ചില ടൈമുകളിൽ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ ചിലപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഓട്ടോമേഷൻ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രോഗ്രാമിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ബെറ്ററാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് പഠിക്കുന്ന രീതിയിലല്ല പലരും പഠിക്കുന്നത്. അതായത് കോമ്പറ്റേറ്റീവ് വേൾഡാണ്. ഇപ്പോൾ ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്കറിയില്ല, പക്ഷെ ഡെവോപ്സ് അല്ലാതെ എനിക്കറിയാം. നല്ല രീതിയിൽ എനിക്ക് ഡെവോപ്സിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാം. സെയിം ടൈം നിനക്ക് ഡെവോപ്സ് എൻ്റെ അതുപോലെ അറിയാം, പ്രോഗ്രാമിംഗും അറിയാം. അപ്പൊ ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കും. ഏതൊരു ഫിക്സ്ഡ് ആയില്ല. ഇപ്പൊ ഒരു ഞാൻ പഠിച്ചിരുന്ന ടൈമിലാണെങ്കിൽ മേൺ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുമ്പോൾ എല്ലാവരും പിന്നെ അത് എടുത്ത് തുടങ്ങിയപ്പോ അതിൽ കുറച്ചും കൂടി ഹയറിൽ നിൽക്കുന്ന ആരാണോ, ഇപ്പൊ ഒരു മേ ബി ഒരു സർവീസ് കൂടുതൽ പഠിക്കുന്നതാവാം, എന്തോ ഡാറ്റാബേസോ കൂടുതൽ പഠിക്കുന്ന ആൾക്ക് അവിടെ ഒരു പൊസിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഡെവോപ്സിലും. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്ലേസ്ഡ് ആവാം. നമ്മൾ വിചാരിക്കുന്ന പാക്കേജിൽ നമുക്ക് കിട്ടും. പലരും ഇങ്ങനെ ഒന്നും പഠിക്കൂല. ഏറ്റവും ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെ പലരും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളിൽ നമ്മൾ കാണുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെവോപ്സ് ടൂളുകളാണുള്ളത്. എന്നിട്ട് ഇതാണ് ഡെവോപ്സ് എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. ശരിക്കും അതൊന്നുമല്ല ഡെവോപ്സ്. എന്നിട്ട് അവര് ആ സ്റ്റുഡന്റ് പ്ലേസ്മെന്റിന്റെ എൻഡിക്ക് എത്തുമ്പോൾ സ്ട്രഗിൾ ആയി ലാസ്റ്റ് നടക്കില്ല. അപ്പൊ ആ സ്റ്റുഡന്റിന് എന്ത് തോന്നും, ഡെവോപ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള സംഭവമാണ്, ഓപ്പർച്യൂണിറ്റി ഇല്ല, എല്ലാവർക്കും പ്ലേസ്ഡ് ആവാൻ കഴിയില്ല. ഓക്കെ, അതിങ്ങനെ സ്പ്രെഡായിട്ട് എല്ലാവരുടെ മൈൻഡിലും എന്താണ് ഡെവോപ്സ് കുറച്ച് ഒരു ടൈറ്റ് സംഭവം എന്നുള്ള രീതിയിലാണ്. അത് മെയിൻലി നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിലും ഫുള്ള് തിയറി കാര്യങ്ങൾ പഠിച്ചു പറ്റിയാൽ അതൊരു കാര്യമില്ല. പ്രാക്ടിക്കലി ചെയ്ത് ഇത് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണോ, അവിടെ എന്തെല്ലാം ചെയ്യണോ, അത് ആ ഒരു സ്റ്റെപ്പ് വൈസ് തന്നെ നമ്മൾ പോകണം, നല്ല കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണോ അതോ പുറത്തൊക്കെ ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എന്താണോ അവസ്ഥ കാര്യങ്ങളൊക്കെ? എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് വേക്കൻസി ആയാലും കേരളത്തിന് പുറത്താണ് എനിക്ക് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാതും നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമുക്ക് എന്ത് വേണം, എവിടെ എത്തണം, അത് ഫിക്സ് ചെയ്യണം. നമ്മൾ ആ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. നമ്മളിപ്പോൾ പുറത്ത് ഏതെങ്കിലും ഒരു വലിയ ഒരു ടോപ്പ് ടെക് കമ്പനിയിലൊക്കെ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ കയറണമെന്ന് വിചാരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പം കേരളത്തിലുള്ള നല്ലൊരു കമ്പനിയിൽ കയറി പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന കൊടുത്താൽ അപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ നല്ല രീതിയിൽ വേക്കൻസീസ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിലുള്ള ഡെവോപ്സ് എഞ്ചിനീയേഴ്സിൻ്റെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് UAE സൈഡ് നോക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സാലറിക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊന്നും ഇവിടെ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അവിടെ എക്സ്പെൻസും ഉണ്ട്, അതും ഒക്കെ. പക്ഷെ ആസ് എ ഫ്രഷർ എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ കയറിയ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ വേക്കൻസി എല്ലായിടത്തും ഉണ്ട്. നമ്മൾ എങ്ങനെ കയറണം, ഏത് രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അതിപ്പോ ഒരു എനിക്കൊരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നീ വെബ് ഡെവലപ്മെന്റിൽ കയറിയപ്പോ എത്രത്തോളം എഫേർട്ട് എടുത്ത് നമ്മൾ അല്ല ആ ഒരു രീതി നിങ്ങൾക്ക് അറിയാം. അത് സത്യം പറയാന്നുണ്ടെങ്കിൽ പ്യൂർലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് പോലെയാണ്. അപ്പോൾ അതൊക്കെ ഒരു വിധം ഇപ്പോൾ ഒരു 2 വർഷം മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഫ്രഷർ എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ ഇപ്പോൾ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളൊരു സാധനം. പക്ഷെ അതിപ്പോൾ ഓൾറെഡി പ്രൂവൺ ആയി എന്ന് തന്നെ പറയാം. ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ നല്ല പാക്കേജിൽ തന്നെ, അതും
ഫ്രഷേഴ്സ് നല്ല പാക്കേജില്ല, വർക്കിംഗ് പ്രൊഫഷണൽസിനേക്കാളും നല്ല രീതിയിൽ ഫ്രഷേഴ്സ് കയറി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അതെന്തായാലും ഉണ്ടാവും. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെ, ഒരുപാട് കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതെ. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി ലൂപ്പ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അത് ഇരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതിനുവേണ്ടി ആ ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു കേസ്, ഏതൊരു സെക്ടർ ആണെങ്കിലും, ഇപ്പോൾ IT എന്നല്ല, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു നല്ല പ്രൊഫഷൻ, പേയിങ് ആയിട്ടുള്ള പ്രൊഫഷൻ എടുത്താലും അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് വേണ്ടി വരും. തീർച്ചയായിട്ടും അത് മര്യാദക്ക് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഗോൾ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു ഇന്നൊരു കമ്പനിയിൽ എനിക്ക് കയറണം, ആ ഒരു ഗോൾ ഫിക്സ് ചെയ്യുക. ആ ഒരു കമ്പനിയിലേക്ക് എന്തെല്ലാം വേണം, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് അവർ ചോദിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക സ്കില്ല്, എന്നിട്ട് ആ ഒരു റെസ്യൂമും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് പോകാന്നുള്ളതാണ്. പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വെബ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിലും ബേസിക് പ്രോഗ്രാമിങ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൂപ്പും കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ പോയാൽ മതി, കയറി വന്നാൽ മതി. പക്ഷെ ഇപ്പോൾ നമ്മൾ ബാഷ് ഓപ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷർ വരുമ്പോൾ അവനക്ക് എന്തെല്ലാം വേണ്ടി കയ്യിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? നോർമലി ഒരു ഫ്രഷർ, അതായത് ഒന്നും അറിയാത്ത ഒരാൾ വരിക എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി വേണ്ടത് ഏതെങ്കിലും ഒരു OS നന്നായിട്ട് അറിയണം. OS എന്ന് പറയുന്നത് ലിനക്സിൽ വരുന്ന ഉബുണ്ടു ആവാം, CentOS, ഏതെങ്കിലും ഒരു ഫ്ലേവർ നന്നായിട്ട് അറിയണം. അത് അറിയാത്തവർക്ക് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ആസ് എ പ്രീ റെക്വസൈറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടത് ലിനക്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ഇതിലോട്ട് നെറ്റ്വർക്കിംഗ് കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവാം. ഇനീഷ്യലി ഇപ്പൊ ആ ഒരു ലിനക്സ് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര പാടുപെട്ട ഒരു സംഭവം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 1 week കൊണ്ടോ അല്ലെങ്കിൽ 5 days കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഇതിൽ വേറെ സംഭവമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പലരും പറയുന്ന സംഭവമാണ് ഒരു ഫ്രഷറിന് ഡെവോപ്സ് ജോലി കിട്ടൂല എന്നുള്ളത്. ഇപ്പോൾ ഒരു ഫ്രഷർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റാക്കിലൊക്കെ ഒരുപാട് സ്കില്ല് അച്ചീവ് ചെയ്തിട്ട് നല്ല ഹൈ പേയിങ് സാലറിക്കൊക്കെ കയറുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പറേഷൻ സൈഡിലും പോസിബിൾ ആണ്. ഒരുപാട് ആളുകൾ ഫ്രഷേഴ്സിന് ഡെവോപ്സിൽ ജോലി കിട്ടൂല എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ എന്താണ്, ഇതെനിക്ക് കിട്ടൂല, ആ ഒരു സംഭവമാണ്. അത് ഫിക്സ്ഡ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അതേ സമയം ഇപ്പൊ മുമ്പ് വെബ് ഡെവലപ്മെന്റ് സൈഡ് മുമ്പ് എവിടെയാണോ കിടന്നത് അവിടെയാണ് സത്യം പറഞ്ഞാൽ ഡെവോപ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സൈഡ് ഉള്ളത്. എല്ലാവരുടെ ഉള്ളിലും അങ്ങനെയാണ്. പക്ഷേ ഡെവോപ്സ് നല്ല രീതിയിൽ എന്താണ് ഗ്രോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പലരുടെ ഉള്ളിൽ എന്താണ് അത് ഗ്രോ ചെയ്തിട്ടില്ല. ഇപ്പോഴും എന്താണ് പേടിയാണ്, അവര് ടഫാന്ന് പറഞ്ഞ്, അല്ലാതെ എനിക്ക് ജോലി കിട്ടൂല, ഇത് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അതവിടെ ഫിക്സ് ആയതുകൊണ്ടാണ് കിട്ടാത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഇപ്പോൾ ഡെവലപ്മെന്റ് സൈഡിൽ നമ്മൾ ഒരുപാട് സ്കിൽ അച്ചീവ് ചെയ്തിട്ടാണ് എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓപ്പറേഷനിലും കയറാം. വേണ്ട സ്കില്ലുകൾ വേണ്ട രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൊസിഷനിലോട്ട് എത്താം. നമ്മൾ ഇപ്പോൾ ഈ ഒരു സംഭവം കൂടുതൽ വരാനും കാരണം എന്താ, ഇപ്പോൾ കേരളത്തിൽ എല്ലാവരെയും ട്രെയിൻ ചെയ്യുന്ന രീതികളിലുള്ളൊരു ഡിഫറൻസ്. വേണ്ട സാധനങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് ഇവർ വേണ്ട ടൈമിൽ എന്താവില്ല, പ്ലേസ് ആയി പോകില്ല, അവിടെയും ഡിലേ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡായി പോകും. പല കമ്പനിയുടെയും JD ഒക്കെ നോക്കുന്നുണ്ട്, പല റിക്വയർമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെ ട്രെൻഡ്, ഇപ്പോൾ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ടെക്നോളജി ഏതാണ്, ഡെവോപ്സിൽ തന്നെ ഏത് ടൂളുകളാണ്, ഏത് സർവീസാണ്, അത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പഴയത് നമ്മൾ വീണ്ടും ഇപ്പം ഇരുന്ന് പഠിച്ച് അത് മാത്രം കയ്യിൽ പോയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മുടെ സിലബസ് നമ്മൾ ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരുപാട് ടൂളുകളും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തു, എലിവേറ്റ് പ്രോക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. വേണ്ടാത്ത സംഭവങ്ങൾ നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ. അത് ഇപ്പോൾ മാർക്കറ്റിൽ എന്താണോ വേണ്ടത്, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യും, അതിനനുസരിച്ച് പോവാ, നല്ല രീതിയിൽ മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഇപ്പോൾ ഷോപ്സിലാണെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു പ്ലേസ്മെന്റ് സൈഡ് എങ്ങനെയാണ് ശരിക്ക് നോക്കുന്നത്? പ്ലേസ്മെന്റ് നമ്മൾ മാക്സിമം നോക്കുന്നത്, ഇപ്പോൾ ഫ്രഷർ എന്നുള്ള രീതിയിൽ നീ വെബ് ഡെവലപ്മെന്റ് പഠിച്ചു, അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിച്ചത്, അല്ല, ഒരു സ്റ്റാൻഡേർഡ്, ഒരു എന്താ പറയുക, 2-3 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ എത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യും ആ രീതിയിൽ നീ പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. ഇവരിലോട്ട് കൂടുതലായിട്ട് നമ്മൾ തിയറി കുറച്ചിട്ട് കൂടുതൽ
നമ്മൾ പ്രൊജക്റ്റുകൾ റിയൽ ടൈം പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. ഫുള്ള് പ്രാക്ടിക്കൽ ആയിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ ആണ് ഇത് കംപ്ലീറ്റ്ലി വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്ത് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകളൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെവോപ്സ് എഞ്ചിനീയറുടെ ലെവലിലോട്ട് എത്തും. പിന്നെ എല്ലാതും എന്താണ് നമ്മൾ പറഞ്ഞ പോലത്തെ ആ ഒരു ഡെഡിക്കേഷനും ഫോക്കസ്, ഇത് രണ്ടും മസ്റ്റായിട്ട് നമുക്ക് കാണും. അതായത് ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ ഇത് പാതി വഴിയിലിട്ട് പോകാൻ പാടില്ല. ആ ഒരു ഡെഡിക്കേഷൻ, എനിക്കിത് കംപ്ലീറ്റ് ആക്കണം, അല്ലാണ്ട് ഈ ഒരു ലെവലിൽ എത്തണം, ആ രീതിയിൽ പഠിച്ചുകൊണ്ട് പോകണം. ഒരിക്കലും നമ്മൾ ലേൺ ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നില്ല. എന്ന് എൻഡ് ചെയ്യണോ അന്ന് നമ്മളുടെ ആ ഒരു ഗ്രോത്ത് അവിടെ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിലെത്തും. അപ്പോൾ നമുക്കവിടെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലേസ്മെന്റിലോട്ടൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നത്. സ്കില്ല് നല്ല ഒരു ഹൈ ക്വാളിറ്റി പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ബാക്ക് എൻഡിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇപ്പൊ റെസ്യൂമി ബിൽഡിംഗ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റൈൽ എങ്ങനെയാണോ ഇത് ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു രീതിയിലാവും പോകുന്നുണ്ടാവുക. ഇവിടെ വേറെ ഒന്ന് പറയേണ്ടത്, അതായത് ഇപ്പോൾ ഇന്റർവ്യൂ അതൊരു മെയിൻ സംഭവമാണ്. ഇപ്പോൾ ഫ്രഷർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരാൾക്ക് മേ ബി ഇന്റർവ്യൂസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. മേ ബി ഒരു 10 ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാലായിരിക്കും ഇന്റർവ്യൂ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാനുള്ള ഐഡിയ കിട്ടുക. അപ്പോൾ അതിന് തന്നെ നമ്മളുടെ പ്രോഗ്രാമിൽ എന്തുണ്ട്, മോക്ക് ഇന്റർവ്യൂസ് ഉണ്ട്, പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസ് വന്നിട്ടുള്ള അവരുടെ മോക്ക് ഇന്റർവ്യൂസ് ഉണ്ട്. അതല്ലാതെ നമ്മുടെ ടീച്ചിങ് ലെവലിൽ തന്നെ ഇവരെ ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ എന്താണ് ലേൺ ഇൻ പബ്ലിക് എന്നുള്ള ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു വെൽ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുപോകുള്ള ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വെൽ പ്രൊഫൈൽ കിട്ടുവാണ്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കീ പോയിന്റ് നമുക്ക് ഒരു പ്ലേസ്ഡ് ആവാനുള്ള. റിജക്ഷൻസ് എടുക്കാന്നുള്ളതാണ്. നമ്മള് ഒരു തവണ റിജക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണോ അത് നെക്സ്റ്റ് തവണ അത് സോൾവ് ചെയ്ത് ആ ഒരു രീതി പോവാന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, ഒരു ഇതും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും എഫേർട്ട് എടുത്ത് സ്റ്റാർട്ട് ഔട്ട് ചെയ്യാന്നുള്ളത്. ഈ ഒരു മെയിൻലി പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് തരിക, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആ രീതിയിൽ മൈൻഡ് സെറ്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യാനേ കഴിയുള്ളൂ. മാക്സിമം നമുക്ക് അവരെ ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താ വരുന്നവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അത് സെറ്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിലും സെൽഫ് ലേണിംഗ് അത് ഒറ്റയ്ക്ക് പഠിച്ചിട്ടുള്ളവരാണ്, ഒറ്റയ്ക്ക് റിസർച്ച് ചെയ്ത് പഠിച്ച അതിന്റെ ഒരു പടി മേലെ തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഒരു സാധനം അറിയില്ല, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു പോണ പാത്തിലാവും വേറൊരു സാധനം കാണുക, അപ്പോൾ അത് എന്താ നോക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെൽഫ് ലേണിംഗ് ത്രൂ പഠിക്കും. അതേപോലെ അല്ല നമ്മൾ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരാൾ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന പോലെ ഡിഫറൻസ് ഉണ്ട് ഒരുപാട് രീതിയിൽ. പിന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാളെ ഒരു കമ്പനി കയറി, ഇപ്പൊ ഇനി അവിടെ ഒരു ടാസ്ക് വന്നു, നമുക്ക് അറിയാത്തൊരു സാധനം നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് റിസർച്ച് ചെയ്ത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവിടെ ബിൽഡ് ആവും. ആ ഒരു സ്പൂൺ ഫീഡിങ് പക്ക നമ്മളില്ല. കാരണം ഇവർക്ക് നമ്മൾ പ്രൊജക്ട് കൊടുക്കുന്നുണ്ട്, അതിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം സപ്പോർട്ടാണ്. അപ്പോൾ അതവര് ട്രബിൾ ഷൂട്ട് ചെയ്തു, ഒരുപാട് എററുകൾ വരണം. അല്ലാതെ മെയിനായിട്ട് ഒരു ഓപ്പറേഷൻ സൈഡ് ആകുമ്പോൾ ഒരുപാട് എററുകൾ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ ആവശ്യമുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നമ്മളത് ഇപ്പോഴേ ഈ ഒരു ഡിസിപ്ലിൻ കാര്യങ്ങൾ അതുപോലെ ഇത്തരം ആക്ടിവിറ്റീസൊക്കെ ശരിക്ക് ഫോളോ ചെയ്ത് ഒരു പക്ക ഡിസിപ്ലിൻ ആയി കഴിഞ്ഞ് നമ്മൾ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാലും സ്ട്രഗിൾ ചെയ്യത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള സ്കില്ലും നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല, ആവശ്യത്തിന് ഇതേപോലെ ട്രബിൾ ഷൂട്ടിംഗ് സ്കിൽ ഉണ്ടാവില്ല. ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ സ്ട്രഗിൾ ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുക, നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രൊഫൈല്, അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ബാക്കി കാര്യങ്ങൾ പോവും. പിന്നെ നാളെ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ അങ്ങോട്ട് ഉഴപ്പി പോയി കാര്യം ഉണ്ടാവില്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു രീതിയിൽ നെക്സ്റ്റ് പരിപാടി എന്താ നോക്കുക പോവാന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഡെവോപ്സ് അല്ലെങ്കിൽ ബാഷോപ്സ് വരുന്നത്
ഈ ഒരു തോട്ടിലൂടെയും ഇതിപ്പോൾ ശരിക്കും ഒരു വീഡിയോ ചെയ്യാൻ തന്നെയുള്ള ഒരു കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു എഫേർട്ട് എടുക്കാനും ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും അവരൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിലും അവർക്ക് ഇതിലെങ്ങനെ എത്തിക്കാം അല്ലെങ്കിൽ അവരെങ്ങനെ ഇതിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു പാത്ത് വേ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ത്രൂ ഒരു നല്ല IT കരിയർ അല്ലെങ്കിൽ നല്ല സാലറീഡ് ആയിട്ടുള്ള ഒരു IT ജോബിലേക്ക് പോവാന്നുള്ളതാണ്. എനിവേ ഇത്രയും കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ.